വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രസംഗവേദികളിൽ നിന്നും ജനം ഒട്ടും കേൾപ്പാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കാണ് പാപം. വചനപ്രഘോഷകരിൽ ഒട്ടുമിക്കവരും പാപത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയാറില്ല. ഒരുവൻ പാപിയെന്ന് പറയുവാൻ ആർക്കാണ് അവകാശം? ആർക്കും തന്നെയില്ല. കാരണം എല്ലാവരും പാപികളാണ്. തിരുവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമർ 3:23. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹമാർട്ടിയ എന്ന ഗ്രീക്ക് പദത്തിന് മിസ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക, വഴിതെറ്റിപ്പോവുക എന്ന അർത്ഥം. ദൈവഹിതം തിരസ്കരിച്ച് തന്നിഷ്ടത്തിൽ നടക്കുക, അനീതി, അകൃത്യം, അതിരുകടക്കൽ, നിയമനിഷേധം, മത്സരം തുടങ്ങിയ അർത്ഥവും ഈ പദത്തിൽ അന്തർലീനമാണ്. നീതിമാൻ ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപത്തിൻ്റെ ശക്തിക്കും ശിക്ഷയ്ക്കും അടിമകളാണ്. എല്ലാവരും വഴിതെറ്റിപ്പോയിരിക്കുന്നു. നന്മ ചെയ്തവൻ ഒരുത്തൻ പോലുമില്ല. അതുകൊണ്ട് ലോകം ഒന്നടങ്കം പാപത്തിൻ്റെ ശിക്ഷാവിധിക്ക് കീഴിലാകുന്നു. ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിൽ കൂടി പാപ അവസ്ഥയിൽ നിന്ന് മടങ്ങി വരുവാൻ കഴിയും. യേശുവിൽ വിശ്വസിക്കുന്നവർ പാപമോചിതരാകും. പാപിയായ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. അതിന് ദൈവം തൻ്റെ കൃപയാൽ ക്രിസ്തുവിൽ കൂടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാപി നീതീകരിക്കപ്പെടുന്നത്. ജാതി മത വ്യത്യാസം കൂടാതെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയിട്ടുള്ള ഏകമാർഗമാണ് ഇത്. ക്രിസ്തു നമുക്ക് പകരം ദൈവകൽപ്പന പൂർണ്ണമായി അനുസരിച്ച് ദൈവനീതിയായി തീർന്നു. അവനിൽ വിശ്വസിക്കുന്നതിൽ കൂടി നാം നീതീകരിക്കപ്പെടുന്നു. ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന 1 കൊരിന്ത്യർ 1:30 പറയുന്നത്. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന അപ്പോസ്തലപ്രവൃത്തി 4:12 വായിക്കുന്നത്. യെശയ്യാവ് 40:3 ഇപ്രകാരം വായിക്കുന്നു, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ, എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം, യഹോവയുടെ മഹത്വം വെളിപ്പെടും. പാപത്താൽ കലുഷിതമാക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള കഴുകലിൻ സന്ദേശമാണ് ഇത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്താൽ അകൃത്യങ്ങൾ മോചിക്കപ്പെടും, ലംഘനം ക്ഷമിക്കപ്പെടും, ദുർഘടങ്ങളെല്ലാം നീക്കപ്പെടും, സകല പാപവും പരിഹരിക്കപ്പെടും. ഇവിടെ പ്രവാചകൻ പറയുന്നത്, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, യേശുവിൻ്റെ രക്തത്താൽ വിടുതലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിൽ മാത്രമേ ജനമത് അറിയുകയുള്ളൂ. റോമർ 10:14-15 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതലിൻ്റെ സന്ദേശം പ്രഘോഷിക്കപ്പെടണം. ഉറക്കെ വിളിച്ചു പറയണം. ഉറക്കെ വിളിച്ചു പറയുക എന്നത് അർജൻസി, തിടുക്കത്തെ സൂചിപ്പിക്കുന്നു. കാലവിളംബം പാടില്ല. ശക്തിയോടെ വിളിച്ചു പറയണം. എന്ത് വിളിച്ചു പറയണം? പാപത്തിനൊരു ശമ്പളമുണ്ട്, അതായത് മരണം. റോമർ 6:23. പാപപോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിനെ വിളിച്ചറിയിക്കുവാൻ വിളിക്കപ്പെട്ടവരാ നാം ഓരോരുത്തരും. ഈ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് മാത്രമേ അധികാരമുള്ളൂ എന്ന് വിളിച്ചറിയിക്കണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്ന മത്തായി 1:21. പിശാചിൻ്റെ പരീക്ഷയിൽ നിന്ന് വിജയം പ്രാപിച്ച് മടങ്ങി വന്ന യേശുവിൻ്റെ പ്രസംഗം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ, മത്തായി 4:17. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, മർക്കോസ് 1:15. മാനസാന്തരപ്പെടുക.
പെർഗമോ സഭയ്ക്ക് ദൂത് നൽകുമ്പോൾ മനസ്സാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടുമെന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 2:16. ഇവിടെ പെർഗമോ സഭയുടെ ഒരു കുറവ് ചൂണ്ടിക്കാണിക്കുക. സഭയെ, നീ എൻ്റെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല എങ്കിലും ദുരുപദേശം കൈക്കൊണ്ടിരിക്കുന്നവർ സഭയിൽ ഉണ്ട്. പീഡനകാലത്ത് പോലും നിങ്ങൾ ദൈവവിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നവരാണ്. എങ്കിലും വിശ്വാസത്തിൽ മാറി നിൽക്കുന്ന ചിലർ സഭയിൽ ഉണ്ട്. വിശ്വാസത്തിൽ മാറി നിൽക്കുന്ന ചിലരിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവെ, പാപമേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുവാനും സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യം അവകാശമാക്കുവാനും എന്നെയും യോഗ്യനാക്കണമേ. ആമേൻ. പാപികൾ